നിമിഷും അഹാനയും അവരുടെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ചിത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അതോടൊപ്പം അശ്വിനും കൂടെ ചേർന്നിരിക്കുകയാണ്. അശ്വിൻ ഇപ്പോൾ ആ കുടുംബത്തിലെ ഒരു അംഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിമിഷിനോടൊപ്പവും അഹാനയോടൊപ്പവും എത്തിയിരിക്കുന്നത്. ഇരുവരും താമസിയാതെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് കൊണ്ട് ശരീരം നന്നാക്കിപ്പിക്കുന്ന ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും അവിടെ ജിമ്മിലേക്ക് എത്തിയത് എന്ന് പറയുന്നു. ഫുൾ ഹൗസ് ഇപ്പോൾ ജിമ്മിലുണ്ട് എന്നാണ് അഹാന കഴിഞ്ഞ ദിവസം പങ്കുവച്ച സ്റ്റോറിയിലൂടെ പറയുന്നത്. ഫുൾ ഹൗസ് എന്ന് അഹാന ഉദ്ദേശിക്കുമ്പോൾ തന്നെ അഹാനയും അശ്വിനും അതുപോലെ തന്നെ നിമിഷും ഇഷാനിയുടെ സുഹൃത്ത് അർജുനെയും അവിടെ കാണാം. എല്ലാവരും വിവാഹത്തോടനുബന്ധിച്ച് തന്നെ എല്ലാവരുടെയും ശരീരമൊന്ന് നന്നാക്കാൻ എത്തിയതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രേക്ഷകർ പറയുന്നു. ഇനി 3-4 മാസത്തിനുള്ളിൽ തന്നെ അഹാനയുടെ വിവാഹമുണ്ടാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. വിവാഹമല്ലെങ്കിൽ ഉടനടി തന്നെ വിവാഹ നിശ്ചയമെങ്കിലും ഉണ്ടാകുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവരെല്ലാവരും അതിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നതെന്നും ആരാധകർ പറയുന്നുണ്ട്. അതിപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ കമൻ്റായി കുറിക്കുന്നു. ഇതോടെ സോഷ്യൽ മീഡിയ കണ്ട ഏറ്റവും നല്ല വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുന്നൊരു വാർത്തയായും ഇത് മാറുകയും ചെയ്യുന്നു. ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് എപ്പോഴും അഹാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ. എല്ലാ കാര്യങ്ങളും വളരെ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്നൊരു വ്യക്തി തന്നെയാണ് അഹാന. ഇഷാനിയെപ്പോലെയോ അല്ലെങ്കിൽ ദിയയെപ്പോലെയോ എല്ലാം തുറന്നു പറയാറില്ല. ഇഷാനിയും അങ്ങനെയൊന്നും പറയാറില്ലെങ്കിലും ഇഷാനിയുടെ ദീർഘകാല സുഹൃത്തായ അർജുൻ തന്നെയാണ് ഇഷാനിയുടെ ഭാവി വരനെന്ന് ഇപ്പോഴേ പ്രേക്ഷകർ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ ഉറപ്പിൽ പോകുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്ക് തന്നെയാണ് ഏറ്റവും ഒടുവിലെത്തുന്ന സോഷ്യൽ മീഡിയ വാക്കുകൾ കൂടി വൈറലാകുന്നത്. ഫുൾ ഹൗസസ് ഓൺ ദ ജിം എന്നാണ് അഹാന പങ്കുവച്ചിരിക്കുന്ന സ്റ്റോറി. അതായത് എൻ്റെ കുടുംബത്തിലെ എല്ലാവരും, എൻ്റെ വീട്ടിലെ എല്ലാവരും ഇപ്പോൾ ജിമ്മിലുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് നിമിഷും അഹാനയോടൊപ്പം അതുപോലെ അശ്വിനും അർജുനും കൂടി എത്തുന്നുണ്ട്, ഒപ്പം ഇവരുടെ കോച്ചും. അതായത് ഉടനെ തന്നെ ഇവരുടെ വിവാഹം ഉണ്ടാകുമെന്നും വിവാഹ ഒരുക്കങ്ങൾ രഹസ്യമായി തുടങ്ങിയെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി പഴയതുപോലെ എല്ലാ കാര്യങ്ങളും ഒരുക്കങ്ങളിലേക്ക് നീങ്ങുകയാണ്. ദിയ പതിയെ ദിയയുടെ സ്വന്തം ഫ്ലാറ്റിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ഓമി ഇപ്പോൾ നല്ല സോളിഡ് ഫുഡ്സ് കഴിക്കാൻ തുടങ്ങി. ഓമിയുടെ കാര്യങ്ങൾ ഇനി എല്ലാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ദിയ ഇപ്പോൾ ഫ്ലാറ്റിലേക്ക് മാറിയിരിക്കുന്നത്. ഓമി കുറച്ചുകൂടി വളർന്നിട്ടുണ്ട്. ഓഫീസിലേക്ക് പോകുമ്പോൾ ഓമി ഒരുപാട് സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് നോക്കാൻ താൻ പഠിച്ചു വരികയാണ് എന്ന് ദിയയും പറഞ്ഞിരുന്നു. അതിലൂടെ തന്നെ അവരുടെ വിവാഹ കാര്യങ്ങളെല്ലാം ഒരുങ്ങിത്തുടങ്ങി എന്ന് മനസ്സിലാക്കി തരികയാണ്. പ്രേക്ഷകരും അത് ഏറ്റെടുക്കുകയും അതേപോലെ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്നും ആരാധകർ ഇതിനോടൊപ്പം തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.